കാലുമാറ്റമില്ലാതെ എന്ത് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പോലെയാണ്. ഒരു 10% സീറ്റ് ഇങ്ങനെ കാലുമാറി വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇരു മുന്നണികളും റിസർവ് ചെയ്ത് വെക്കാറുണ്ട്. കാലുമാറ്റങ്ങളുടെ ഒരു വസന്തകാലം കൂടിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്ത്യ ടുഡേയുടെ സർവേക്കകത്ത് 36% വോട്ട് നേടി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും എന്നാണ് ഇപ്പോഴുള്ള പ്രൊഡിക്ഷൻ. ഈ ഇന്ത്യ മുന്നണിയുടെ പ്രചരണത്തെ നയിക്കാൻ വേണ്ടിയിട്ട് വാർദ്ധക്യത്തിലും തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ലാലു പ്രസാദ് യാദവ് കളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ലാലു പ്രസാദ് കളത്തിലിറങ്ങിയതോടുകൂടി പപ്പു യാദവിന്റെ പത്തി മടങ്ങി, കനയ്യകുമാറിന്റെ പത്തി മടങ്ങി, അവരൊക്കെ ലാലു പ്രസാദിന്റെ വരവോടുകൂടി ഒതുങ്ങി. നമസ്കാരം. ബീഹാർ രാഷ്ട്രീയം കൂടുമാറ്റങ്ങൾക്കൊക്കെ കളമൊരുങ്ങുമോ എന്ന് കാത്തിരിക്കുകയാണ്. ഇനിയും കുറച്ച് ദിവസങ്ങൾ ബാക്കിയുണ്ട്. എന്തൊക്കെയാകും ഇനി ബീഹാറിൽ ഉണ്ടാകാൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ? നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ കാലുമാറ്റമില്ലാതെ എന്ത് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പോൾ ഇന്ന് നാളെയൊക്കെ അവിടെ നടക്കാൻ വേണ്ടി പോകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ 6 ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിന്റെ നോമിനേഷൻ കൊടുക്കേണ്ട ദിവസങ്ങൾ അടുത്ത് കഴിഞ്ഞു. എനിക്കൊന്ന് 2 ദിവസം കൊണ്ട് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ NDAയുടെ സഖ്യകക്ഷികൾക്കുള്ള സീറ്റ് വിഭജനമൊക്കെ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കൊടുക്കും. BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം റെഡിയാണ്. ജനതാദൾ യുണൈറ്റഡിനും റെഡിയാണ്. പക്ഷെ അതിനകത്ത് 1-2 സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറവുകൾ വന്നേക്കാം. ഇപ്പൊ 101 സീറ്റിലാണ് BJP മത്സരിക്കുന്നത്. 102 സീറ്റിലേക്കാണ് JDU മത്സരിക്കുക. അതിനുശേഷം പിന്നീട് ബാക്കി ചിരാഗ് പാസ്വാന്റെ പാർട്ടി ഏകദേശം 28 സീറ്റ് ഏകദേശം NDAയുടെ ഭാഗമായിട്ട് തന്നെ മത്സരിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളുണ്ട്. ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടി, ആ പാർട്ടിക്ക് 7 സീറ്റിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇന്ന് സീറ്റ് കിട്ടാതെ വരുന്ന ആളുകൾ BJPയിലായിക്കൊള്ളട്ടെ JDUയിലായിക്കൊള്ളട്ടെ സീറ്റ് കിട്ടാതെ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ എങ്ങോട്ട് മാറുന്നറിയാം. അല്ലെങ്കിൽ സിറ്റിംഗ് MLAമാരൊക്കെ നേരെ എവിടേക്കായിരിക്കും ജമ്പ് ചെയ്യുക? RJDയിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്കായിരിക്കും ജമ്പ് ചെയ്യുക. ഇനി RJDയിലും കോൺഗ്രസിലും സീറ്റ് കിട്ടാതെ വരുന്ന സിറ്റിംഗ് MLAമാരും നേരത്തെ മത്സരിച്ചിട്ടുള്ള ആളുകളും സീറ്റ് മോഹികളായിട്ടുള്ള ആളുകളും സീറ്റ് ലഭിക്കാതെ വന്നിരിക്കാൻ നേരെ ജമ്പ് എവിടേക്കായിരിക്കും? BJPയിലേക്കും JDUയിലേക്കും ആയിരിക്കും. ഒരു 10% സീറ്റ് ഇങ്ങനെ കാലുമാറി വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇരു മുന്നണികളും റിസർവ് ചെയ്ത് വെക്കാറുണ്ട്. ഈ സീറ്റിലേക്ക് ഞങ്ങൾ ഇപ്പോൾ ആരെയും പരിഗണിക്കത്തില്ല, ആരെങ്കിലും അപ്പുറത്തുനിന്ന് ചാടി വരുമോ എന്ന് നോക്കട്ടെ. ഈ ചാടി വരുന്നവരുടെ കൂട്ടത്തിൽ ഒരു നിശ്ചിത ശതമാനം പ്രവർത്തകരുണ്ടാവും. ഇപ്പൊ JDUവിന്റെ ഒക്കെ ആണെങ്കിൽ ഏകദേശം ആ പാർട്ടിയുടെ തന്നെ അവസ്ഥ അവസാനിക്കാറായ ഒരു സമയത്താണ് JDU നിൽക്കുന്നത് എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ JDUവിൽ നിന്നൊക്കെയാണ് കൂടുതൽ MLAമാർ ഇപ്പൊ ചാടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് കരുതി RJDയിൽ നിന്നും ചാടുന്നില്ല എന്ന് കരുതരുത്. RJDയുടെ പ്രധാനപ്പെട്ട 2 MPമാർ തന്നെ കഴിഞ്ഞ ദിവസം രാജിവെച്ച് BJPയിൽ ചേരാനുള്ള പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കാലുമാറ്റങ്ങളുടെ ഒരു വസന്തകാലം കൂടിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പൊ നമ്മൾ ഈ ജിതിൻ റാം മാഞ്ചിയുടെ കാര്യം തന്നെ എടുക്കുക. ഈ ജിതിൻ റാം മാഞ്ചി JDUക്കാരനായിരുന്നു. നിതീഷ് കുമാറിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു, അല്ലെങ്കിൽ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ 2014 അതായത് ആദ്യമായിട്ട് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നുള്ള രീതിയിലുള്ള പ്രചരണം ആരംഭിച്ച് BJP മത്സരരംഗത്തിറങ്ങിയ സമയത്ത് അന്ന് ബീഹാറിൽ JDU സെപ്പറേറ്റ് ആയിട്ട്, RJD സെപ്പറേറ്റ് ആയിട്ട്, BJP സെപ്പറേറ്റ് ആയിട്ട് മത്സരിക്കുന്നത്. ഇങ്ങനെ NDA സഖ്യങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോ ഒന്നും അന്നില്ല. ആ സമയത്ത് 2014 നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്തിന് അദ്ദേഹത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കനത്ത പരാജയം. ഈ കനത്ത പരാജയത്തെ തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം രാജിവെക്കുന്നു. പകരം മാഞ്ചിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി വെക്കുന്നത്. കാരണം ഏറ്റവും വിശ്വസ്തനാണല്ലോ. പക്ഷെ 2-3 മാസം കഴിഞ്ഞതോടുകൂടി ദളിത് നേതാവ് കൂടിയായിട്ടുള്ള ജിതിൻ റാം മാഞ്ചി നിതീഷ് കുമാറിനുള്ള പണി തുടങ്ങി. ആ പണി തുടങ്ങി കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് കണ്ടതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിതീഷ് കുമാർ ലാലു പ്രസാദുമായിട്ട് യോജിപ്പിലെത്തുകയും ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ജിതിൻ റാം മാഞ്ചിക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ഇദ്ദേഹത്തെ പുറത്താക്കുകയൊക്കെ ചെയ്തു. തുടർന്ന് നിതീഷ് കുമാർ തന്നെ ലാലു പ്രസാദ് യാദവിന്റെ പിന്തുണയോടുകൂടി അവിടെ മുഖ്യമന്ത്രിയാവുന്ന കാഴ്ച കണ്ടു. പിന്നീട് ഇന്ത്യ സഖ്യത്തിന് തന്നെ നിതീഷ് കുമാർ നേതൃത്വം കൊടുക്കുന്നു. ആ സഖ്യത്തിലേക്ക് RJDയും കോൺഗ്രസും ഒക്കെ എത്തിച്ചേരുന്നു. കാരണം ഈ നിതീഷ് കുമാറിന്റെ ഒരു ആശയമായിരുന്നു ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. അത് കോൺഗ്രസിന്റെ ആശയമൊന്നുമില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അത് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നത് നിതീഷ് കുമാറാണ്. പക്ഷെ ആ നിതീഷ് കുമാർ തന്നെ 2024 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 2020 ഇന്ത്യ മുന്നണിയായിരുന്നു. കാലുമാറുന്നതിൽ പ്രധാനി നിതീഷ് കുമാർ തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് തന്നെ ഒരു നിലപാടില്ല. ഏത് സമയം വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ കാലുമാറ്റം ഇപ്പോഴും പറയുന്നത് കേൾക്കാം. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിതീഷ് കുമാർ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും NDA മുന്നണി, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധികാരം നഷ്ടപ്പെടുമല്ലോ. അപ്പോ നല്ല എന്തെങ്കിലും ഓഫർ കിട്ടിയാൽ നിതീഷ് കുമാർ
ഇവിടുന്ന് മാറിയിട്ട് അങ്ങോട്ട് പോകും എന്നൊക്കെ പറയുന്നു. അല്ല, നിതീഷ് കുമാറിനെ സംബന്ധിച്ച് നിതീഷ് കുമാർ ഇനിയുള്ള ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഇനി നിതീഷ് കുമാറിനെ സംബന്ധിച്ച് നിതീഷ് കുമാറിന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ വേണ്ടിയിട്ടാണ്. അത് മിക്കവാറും ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ വന്നിരിക്കുന്ന ഇന്ത്യ ടുഡേയുടെ സർവേക്കകത്ത് 36% വോട്ട് നേടി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും എന്നാണ് ഇപ്പോഴുള്ള പ്രൊഡിക്ഷൻ. 34% വോട്ട് NDA മുന്നണിക്കും ലഭിക്കുമെന്നുള്ളതാണ് സർവേ. ഇന്ത്യ ടുഡേയുടെ സർവേ ഒക്കെ നമുക്ക് കുറച്ചൊക്കെ ഒരു വിശ്വാസ്യതയുള്ള ഒരു സർവേയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ CM സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ ആരെ തെരഞ്ഞെടുക്കും എന്നുള്ള ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. അതിനകത്ത് 37% ആളുകൾ തേജസ്വി യാദവിനെ പിന്തുണച്ചപ്പോൾ 23% ആളുകൾ പിന്തുണച്ചത് പ്രശാന്ത് കിഷോറിനെയാണ്. അതുകൂടാതെ നിതീഷ് കുമാറിനെ പിന്തുണച്ചത് 18% മാത്രമാണ്. അപ്പോൾ നിതീഷ് കുമാറിൽ നിന്ന് ഭരണം യുവാക്കളിലേക്ക് മാറണം എന്ന ഒരു ചിന്ത ബീഹാറിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതുകൂടാണ്ട് പ്രശാന്ത് കിഷോറിന് 10 മുതൽ 12% വരെ വോട്ട്, ആ വോട്ട് കൂടി ഇന്ത്യ ടുഡേയുടെ ഈ ഒരു സർവേയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറുകയാണ് പ്രശാന്ത് കിഷോർ ബീഹാർ രാഷ്ട്രീയത്തിൽ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കടുത്ത മത്സരമായിരിക്കും ബീഹാറിൽ നടക്കാൻ പോവുക. ഒരു നിസ്സാര മത്സരമൊന്നും ആയിരിക്കില്ല. അവിടെ ജാതി സമവാക്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രയോഗിക്കാനായിട്ട് ഏത് മുന്നണിക്ക് സാധിക്കുന്നോ ആ മുന്നണിക്കായിരിക്കും വിജയമെന്ന് പറഞ്ഞു. പിന്നെ പണം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ പണം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന ഉത്തമ ബോധ്യം നിതീഷ് കുമാറിനുള്ളത് കൊണ്ട് തന്നെയാണ് നിതീഷ് കുമാർ ഈ 10,000 രൂപ വെച്ചിട്ട് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്താണെന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്ത്യ മുന്നണിയുടെ പ്രചരണത്തെ നയിക്കാൻ വേണ്ടിയിട്ട് വാർദ്ധക്യത്തിലും തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ലാലു പ്രസാദ് യാദവ് കളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഏറെ അതിശയിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോൺഗ്രസും RJDയുമായിട്ട് തർക്കമായിരുന്നു. കാരണം തേജസ്വി യാദവ് ഇരിക്കുന്ന സമയത്ത് തേജസ്വി യാദവിന്റെ മേലിട്ട് ഇങ്ങനെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് 75 സീറ്റ് കിട്ടിയാലേ ഞങ്ങൾ മത്സരിക്കുള്ളൂ. കാരണം ഈ പപ്പു യാദവും അതുപോലെ കനയ്യകുമാറൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ഇന്നലെ ലാലു പ്രസാദ് യാദവ് സ്ട്രിക്റ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ലോക്സഭാ പ്രസംഗങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ച ഇടയ്ക്ക് കാണുന്നതല്ലായിരിക്കും. എത്ര മനോഹരമായിട്ട് നിലപാടുകളോടുകൂടി സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ലാലു പ്രസാദ് എന്ന് പറയും. എത്ര രസകരമാണ് അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രസംഗങ്ങൾ എത്രയാണെന്നറിയാമോ. നമ്മൾക്കൊക്കെ അദ്ദേഹത്തോട് ഒരു ആരാധന തോന്നിപ്പോകും. അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം, വളരെ ഹാസ്യാത്മകമായിട്ട്. കാരണം മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള വാജ്പേയി ഒരിക്കലും ചിരിക്കാത്ത PV നരസിംഹറാവു വരെ ചിരിക്കുന്ന കാഴ്ച നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെയുള്ള ലാലു പ്രസാദ് യാദവ് ഇന്നലെ മുതൽ കളത്തിലിറങ്ങിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കോൺഗ്രസോട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, 75 സീറ്റൊന്നും തരത്തില്ല, മൊത്തം 54 സീറ്റ് തരും. 54 സീറ്റിൽ 4 സീറ്റിൽ RJD തന്നെ സ്ഥാനാർത്ഥികളെ തരും. പിന്നെ അവിടെ IIP എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, അതിന്റെ നേതാവ് IP സിംഗ് ആണ്. അപ്പോൾ ഈ IP സിംഗിന് ഒരു സീറ്റ് കൂടി നൽകണം. അങ്ങനെ 5 സീറ്റിൽ RJDയുടെ തന്നെ ആളുകളാണ് മത്സരിക്കുക. അപ്പൊ കോൺഗ്രസ് ഇത്തവണ ബീഹാറിൽ മത്സരിക്കുക 49 സീറ്റിലാണ്. ലാലു പ്രസാദ് കളത്തിലിറങ്ങിയതോടുകൂടി പപ്പു യാദവിന്റെ പത്തി മടങ്ങി, കനയ്യകുമാറിന്റെ പത്തി മടങ്ങി. അവരൊക്കെ ലാലു പ്രസാദിന്റെ വരവോടുകൂടി ഒതുങ്ങി. ലാലു പ്രസാദ് യാദവിന് അവർക്കൊക്കെ ഭയം തന്നെയാണ്. പണ്ട് ഇതുവരെല്ലാവരും കോൺഗ്രസ് ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് 49 സീറ്റിലേക്ക് നിന്നത്. അപ്പോൾ 49 സീറ്റിലേക്ക് കോൺഗ്രസ് വരുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, 33ഓളം സീറ്റിൽ ഇടതുപക്ഷ പാർട്ടികൾ മത്സരിക്കുന്നുണ്ട്. ഈ ഇടതുപക്ഷ പാർട്ടികൾ 33 സീറ്റിലേക്ക് മത്സരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കേരളത്തിലെ CPM ഓ CPI ഒന്നും അല്ല കൂടുതലായിട്ട് മത്സരിക്കുന്നത്, CPIML അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബാറ്റ്സ്മാനാണ്. ബീഹാർ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് CPIML എന്ന് പറയുന്നത്. അപ്പോൾ ആ CPIML-ലും ഇത്തവണ കൂടുതൽ സീറ്റ് നൽകിയിട്ടുണ്ട്. 3 സീറ്റ് കൂടുതൽ നൽകുമ്പോൾ കോൺഗ്രസിന്റെ സീറ്റ് കുറയ്ക്കുക ചെയ്തേക്കുന്നത്. കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം 70 സീറ്റിൽ മത്സരിച്ചെങ്കിൽ ഇപ്രാവശ്യം 54 സീറ്റിലാണ് മത്സരിക്കുന്നത്. അതിൽ തന്നെ 5 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ RJD തന്നെ മുമ്പോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ ബീഹാറിലുള്ളത്. അതുകൂടാണ്ട് തന്നെ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളാണ് ഈ ഇടതുപക്ഷത്തിന് നൽകിയിരുന്നത്. ആ 4 സീറ്റ് നൽകിയതിൽ 3 സീറ്റിൽ വിജയിച്ച് കയറാനായിട്ട് ഇവർക്ക് സാധിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 30 സീറ്റ് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നൽകിയപ്പോൾ അതിൽ 17 സീറ്റിൽ വിജയിച്ചു വരാൻ വേണ്ടി സാധിച്ചു. 70 സീറ്റ് കൊടുത്ത കോൺഗ്രസിന് വിജയിച്ച് കയറാൻ പറ്റിയത് വെറും 19 സീറ്റിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അവിടെ നടക്കുമ്പോൾ ആരോഗ്യസ്ഥിതി എങ്ങനെയാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ലാലു പ്രസാദ് യാദവിന്റെ. ലാലു പ്രസാദ് യാദവ് കൂടി ശക്തമായിട്ട് പ്രചരണ പരിപാടികളിലേക്ക് എത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ
നമുക്ക് തറപ്പിച്ചു പറയാൻ വേണ്ടി പറ്റും 2025 നവംബർ 14 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുന്ന ഒരു നല്ല കാര്യം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെയും ഒരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കും അത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ആ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ബീഹാറിലൊക്കെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തിക്കാനായിട്ട്, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പ്രവർത്തിക്കാനായിട്ട്. മറിച്ച് പപ്പു യാദവിന്റെയും കനയ്യകുമാറിന്റെയും വ്യക്തിവൈരാഗ്യങ്ങളുടെ പേരിൽ അവിടെ RJDയെ കാലുവാരാൻ പോയി കഴിഞ്ഞാൽ, RJDക്കാർ തിരിച്ച് കോൺഗ്രസിനെ കാലുവാരാൻ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു ഇലക്ഷനാണ് ബീഹാർ ഇലക്ഷൻ എന്ന് മനസ്സിലാക്കുക. ആ ബോധത്തോടു കൂടിയും ബോധ്യത്തോടു കൂടിയും വേണം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബീഹാറിൽ പ്രവർത്തിക്കാൻ എന്ന് മാത്രമാണ് നമുക്ക് ഉപദേശിക്കാനുള്ളത്.